രാഹുൽ മാങ്കൂട്ടത്തെ നമ്മുടെ ചാനലുകൾ മറന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. അല്ല, മാധ്യമങ്ങൾക്ക് നല്ലത് പറയുന്നതിനോട് താല്പര്യമില്ല, ചാനലുകൾക്ക് നല്ലത് പറയുന്നതിനോട് താല്പര്യമില്ല. കുറെ നാള് രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഈ ചാനലുകളുടെ ഇര. എങ്ങോട്ട് പോയാലും ആ കോലും അണ്ണാക്കത്തിരി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും റിപ്പോർട്ടർമാർ, പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ചാനലുകൾ. അവർക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് അറിയണ്ട, അയാളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തുടരുന്നതിനെ കുറിച്ച് അറിയണ്ട, ഒന്നും അറിയണ്ട. കോടതിയിൽ നിലനിൽക്കാത്ത, തള്ളിപ്പോണ, യാതൊരു പ്രയോറിറ്റിയും കൊടുക്കാത്ത രണ്ട് കേസുകൾ. ആ കേസുകളുടെ കഥ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പരിഗണിക്കാമെന്ന് പറഞ്ഞത് ഇങ്ങനെ പരിഗണനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ കേസുകൾ കുത്തിപ്പൊക്കി ഒരാളെ ഏതൊക്കെ വിധത്തിൽ അവഹേളിക്കാം അതിനുവേണ്ടി മാത്രമാണ് ചാനലുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു എന്താ പറയുക എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മറ്റൊരു വ്യക്തിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ചില വീഴ്ചകൾ ഉണ്ടാകാം. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യനാകുന്നത്. പക്ഷെ പുണ്യാളന്മാർ ആരുമില്ല, അത് സത്യമാണ്. പക്ഷെ അവനവന്റെ അതങ്ങോട്ട് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവന്റെ കയറി ചൊറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു താല്പര്യമാണ്. ആ ചൊറിച്ചിലാണ് ഇവിടെ ചാനലുകൾ കുറെ കാലമായി ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. ശരിയല്ലേ? എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ ആ തെറ്റുകൾ, തനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹത്തിന് പ്രതീക്ഷ ഏറിക്കൊണ്ട് തന്റെ പ്രവർത്തനം അതിദ്രുതം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ആരും കണ്ടില്ല, ആരും വാർത്തയും ചെയ്തില്ല. രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അദ്ദേഹം നേരത്തെ കുറച്ച് വീടുകൾ ചെയ്തിരുന്നല്ലോ. വീടുകൾ സർക്കാരിൽ നിന്ന് സഹായം കിട്ടാത്ത, എന്നാൽ അർഹതയുള്ള മറ്റെവിടെ നിന്ന് കിട്ടാത്ത സാഹചര്യത്തിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു പദ്ധതി കണ്ടെത്തി കൊണ്ടുവന്ന് പണമുള്ള, അതായത് CSR ഫണ്ടൊക്കെ ചെലവഴിക്കാൻ തയ്യാറുള്ള കുറെ ആൾക്കാരുണ്ട്. സുഹൃത്തുക്കള്, രാഹുലിന് വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്. അത്തരം കുറെ ബന്ധങ്ങൾ തന്നെയാണ് രാഹുലിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ നിന്ന് ആ പണം കളക്ട് ചെയ്തുകൊണ്ട് സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി അത് അദ്ദേഹം തുടങ്ങി വെച്ചിരുന്നു. അതിന് സെലിബ്രിറ്റികൾ പലരും വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരാളുടെ കാറിലാണ് പോയത് എന്ന് മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞു പരത്തിയിരുന്നു, മറ്റു പലതും പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ പോലീസുകാർ പോലും അറിയാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മാധ്യമങ്ങൾ സംസാരിക്കേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു രാഹുൽ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിലെ ഭവനങ്ങൾ അതിന്റെ ഗതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. അതായത് അദ്ദേഹത്തിൽ ഏതാണ്ട് 20ഓളം വീടുകളുടെ ആണ് ഇപ്പോൾ ലക്ഷ്യത്തിലുള്ളത്. അതിൽ 5ഓളം വീടുകളുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് ഉടനെ തന്നെ തുടങ്ങും. അതിൽ 2 വീടുകൾ, ഇപ്പോ അറിയുന്ന വിവരം എന്ന് പറയുന്നത് 2 വീടുകൾ താക്കോല് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളോ മറ്റാരും തന്നെ അറിയുന്നില്ല, പറയുന്നില്ല. കാരണം ഒരു മനുഷ്യനെ കൊല്ലാനും തിന്നാനും അവന് ചവിട്ടി തേക്കാനും മാത്രമേ, അല്ലെങ്കിൽ അരച്ച് ചുമരിൽ തേക്കാനും വേണ്ടി മാത്രമേ ഇവിടെ ഉള്ളവർക്ക് താല്പര്യമുള്ളൂ. അതാണ് ഇവിടുത്തെ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. കാരണം ഓരോ വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ആരും ഈ വിമർശനത്തിന് അതീതരല്ല എന്നതിന് പുറമെ ആ വ്യക്തി ചെയ്യുന്ന നന്മകളുണ്ട്, അല്ലെങ്കിൽ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളുണ്ട്. അതിനെ കൂടി വകവെച്ച് വേണം സംസാരിക്കാൻ. പക്ഷെ നമ്മുടെ ചാനലുകൾ എവിടെയും അത്തരത്തിൽ വകവെക്കുന്നത് കണ്ടില്ല. ഒരു ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ചാനലുണ്ട്. എവിടെ ചെന്ന് കണ്ടാലും, എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു ചോദ്യം അല്ലാതെ വേറൊന്നും ചോദിക്കാൻ ഇല്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ശേഷം അവിടെ ഒരു ചായപ്പീടികയിൽ കയറിയിരുന്നിട്ട്, ക്യാൻറ്റീനിൽ കയറിയിരുന്ന് മാധ്യമങ്ങളോട് ചായ ഊതി കുടിച്ച് എന്താ പറയാ പ്രതികാരം വെട്ടിയത്. സത്യത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ ഊതി കുടിച്ചുകൊണ്ടേയിരുന്നു. നാണം കെട്ടതാരാ? അവിടെ മാധ്യമങ്ങളാണ്. അവർക്ക് മനസ്സിലായില്ല രാഹുൽ എന്താണ് ഈ ചായ ഊതി കുടിക്കുന്നതിലൂടെ പറയുന്നത് എന്ന്. അത് മനസ്സിലായ കുറെ ആൾക്കാർ അതിനെക്കുറിച്ച് വിശദമായി യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു. ചിലരൊക്കെ നന്നായിട്ട് തിരിഞ്ഞവർ. അങ്ങനെ തിരിയുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെറ്റ് ചെയ്യാത്തവരൊന്നും ആരുമില്ലെന്നേ. ആരാ ഉള്ളത് ഇവിടെ? അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ നേതാക്കന്മാരും മറ്റുള്ളവരും രാഷ്ട്രീയ പ്രതിനിധികളും ഈ പറയുന്ന കൊമ്പത്തുള്ളവരും ഒക്കെ ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഉടുതുണി ഇല്ലാതെ ഇറങ്ങി ഓടുന്നത് എന്ന്. അതൊക്കെ നമ്മളെ അവസ്ഥ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. മുള്ളമ്പാറ വഴി ബാംഗ്ലൂർ പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ വാർത്തയല്ല. ഇവിടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അന്ന് മുള്ളമ്പാറ വഴി പോയ ആൾക്കാരൊക്കെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നഖശികാന്തം വിമർശിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. അന്ന് അത് നിയമവിരുദ്ധമായിരുന്നു, അതുകൊണ്ട് പിടിച്ചു, നേതാവായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷെ ഇന്ന് അത് നിയമവിരുദ്ധമല്ല. രണ്ടുപേർ സമ്മതിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആരായാലും ഒരു കുഴപ്പമില്ലാത്തൊരു കാലമാണ്. ഇതിപ്പോ ആ ഇര തന്നെ പരാതി കൊടുത്തു എന്നാണ് ഇടയ്ക്ക് വാർത്തകൾ കണ്ടത്. കാരണം തങ്ങളുടെ അനുമതി ഇല്ലാതെ ഈ ചാനലുകൾ വാർത്ത കൊടുത്തു എന്ന്, അങ്ങനെയും ഒരു വാർത്ത കണ്ടു. അതിന്റെ വാസ്തവം എന്താണെന്നറിയില്ല. ഇതൊക്കെ പറയുന്നത് ചാനലുകളായതുകൊണ്ട്
വസ്തുത എന്താണെന്ന് നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല. കാരണം ഇപ്പോ വാർത്തകൾ പറയുന്നതിലല്ല, നുണകൾ പടച്ചുണ്ടാക്കുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നുണ വാർത്തകൾ ഉണ്ടാക്കുക, സെൻസേഷണൽ ന്യൂസുകൾ ഉണ്ടാക്കിയിട്ട് 1-2 ദിവസം അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ചർച്ച ചെയ്യുക, അങ്ങനെ റേറ്റിംഗ് കൂട്ടുക. അല്ലാതെ സത്യസന്ധമായ വാർത്ത ജനങ്ങളിലെ എത്തിക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ കാര്യങ്ങൾ കൂടി അവർ പുറത്തു കൊണ്ടുവന്നേനെ. എന്തായാലും കോലം തൂക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ണാൻ പോകുമ്പോഴും മുള്ളാൻ പോകുമ്പോഴും തൂറാൻ പോകുമ്പോഴും ഒക്കെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇങ്ങനെ പിന്നാലെ നടന്നിരുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പോയവർ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ലക്ഷ്യം, സാധുക്കളായ കുറെ ആൾക്കാർ, തന്നെ വിശ്വസിച്ച് വോട്ട് തന്നിട്ടുള്ള കുറെ ആൾക്കാർ, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ ഒരു പദ്ധതിയിൽ വ്യാപൃതനായി അതിന്റെ പദ്ധതി അതിന്റെ വഴിക്ക് പോകുമ്പോൾ അതിന്റെ വീട് പണി പൂർത്തിയാകുമ്പോൾ അതും കൂടെ ഒന്ന് വാർത്തയാക്കണ്ടേ, വേണ്ടേ? അതല്ലേ അതിന്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അവർ ചെയ്യില്ല. അതായത് ഒരു വ്യക്തിയെ അടച്ച് ആക്ഷേപിച്ച് ചവിട്ടി താഴ്ത്താൻ വേണ്ടി മാത്രമേ അവർ ശ്രമിക്കുള്ളൂ. അവർക്ക് സെൻസേഷണൽ വാർത്ത, മറ്റുള്ളവരുടെ ജീവിതം തട്ടി തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അവർ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും ജീവിതം അവരൊന്ന് വളർത്തിക്കൊണ്ടോ അവരെ സഹായിച്ചുകൊണ്ടോ അല്ല. ഇന്ന് വരെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ ജീവിതം നന്നാക്കി കൊടുത്ത ഏതെങ്കിലും ഒരു വാർത്തയുണ്ടോ? എത്ര വാർത്തകൾ, പത്രവാർത്തകൾ കൊണ്ട് നശിച്ചു പോയിട്ടുള്ള എത്ര കുടുംബങ്ങളുണ്ട്. ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു കേസ് വന്നപ്പോ ഈ ലോകത്തുള്ള മുഴുവൻ പെൺകുട്ടികളെ പീഡിപ്പിച്ചതുപോലെ എന്നെ കുറിച്ച് പോലും വാർത്ത പറഞ്ഞ മാധ്യമങ്ങളുണ്ട്. അത് കേട്ട് തെറ്റിദ്ധരിച്ച എത്ര പേരുണ്ട്. അതിൽ പലരും നമ്മുടെ കുടുംബത്തോട് മറ്റുള്ളവരോടൊക്കെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചില്ലേ, പീഡന വീരനാണല്ലേ, പോക്സോ കേസിലെ പ്രതിയാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തിട്ടുള്ള ഒരൊറ്റ വീഡിയോ കൊണ്ട് മാത്രമാണ് അതിൽ നിന്നൊക്കെ എനിക്ക് മോചനം നേടാൻ സാധിച്ചത്. എന്താണ് സത്യമെന്ന് ഈ പറയുന്ന പത്രക്കാർക്കും അറിയാം, ഞങ്ങളുടെ കുറെ ആൾക്കാർക്കും അറിയാം. ഈ വാർത്ത കേൾക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇത് സത്യം എന്നുള്ളത്. ഈ മീഡിയക്കാർ പടച്ചുവിടുന്ന അസത്യങ്ങളുണ്ടല്ലോ, കപടത, അത് കേട്ട് അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ളവരുടെ ഇടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും ഇറക്കി വിട്ടേക്കുന്നത്. നമ്മൾ കേൾക്കുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ് സത്യങ്ങൾ. ഇവർ പൊലിപ്പിച്ച് വലുതാക്കുന്നതാണ്. അങ്ങനെ വലുതാക്കി അയാളുടെ ജീവിതം തകരുമ്പോ, അയാളെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റുമ്പോ ഇവർക്ക് കിട്ടുന്നത് കുറെ വാർത്തയും കുറച്ച് റീച്ചുമാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരാളിക്ക് പോലും ലഭിക്കാത്ത അതിനേക്കാൾ കൂടുതൽ റീച്ചും അവരുടെ സമ്പത്ത് ഇവർക്ക് കിട്ടും. ഇവിടെ ഒരാളുടെ ജീവിതം തകരുന്നുണ്ട്, ആ ജീവിതം തകരുന്നുണ്ട്, അവരുടെ ഭാവി തകരുന്നുണ്ട്, രാഷ്ട്രീയ ഭാവി തകരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സമൂഹത്തിന് ആവശ്യമാണ്, കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ അവരുടെ നോമിനേഷൻ തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി സംസാരിച്ച്, അത് അവിടെ എന്താ പറയാ, പ്രഗത്ഭരായ വക്കീലിനെ പോലും വെല്ലുന്ന വിധത്തില് കൃത്യമായി സംസാരിച്ച അവസാനം ആ നോമിനേഷൻ അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. കാരണം അതാണ് അതിന്റെ ശരി, ന്യായം. അത് വാദിച്ച് ജയിക്കാൻ തക്കമുള്ള ജ്ഞാനമുള്ള, ബോധമുള്ള ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അത് സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, സമൂഹത്തെ എങ്ങനെ കൊണ്ടു നടക്കണം, സമൂഹത്തെ എങ്ങനെ പരിപാലിക്കണം എന്ന് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന്റെ തെളിവാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച 3-4 ലക്ഷം രൂപ കാത്തു നിൽക്കാതെ തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ തന്റെ സൗഹൃദങ്ങൾ, തനിക്ക് പരിചയമുള്ള കമ്പനികൾ, അവരുടെ CSR ഫണ്ടുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ അതുകൂടി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോഴാണ്, അല്ലെങ്കിൽ പറയുമ്പോഴാണ് മാധ്യമ ധർമ്മമാകുന്നത്. ഇത് മാധ്യമ അധർമ്മമാണ്, അവിവേകം എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴിയെ തന്നെ പോകുന്നുണ്ട്. ഈ അടുത്ത് തന്നെ 2 വീടുകൾ താക്കോൽ ദാനത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഇതേ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മളൊക്കെ അറിയും, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾ അത് പറഞ്ഞു തരും. അപ്പോഴൊക്കെ നമ്മൾ അറിയും. അതായത് രാഹുലിന്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ എങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാലും രാഹുലിന്റെ വഴിയെ തന്നെ പോകും എന്നതിന്റെ തെളിവ് കൂടിയാണത്. Different angles. Don't forget to subscribe and support this channel.